സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങി നടന്നാൽ അവർ ശൂർപ്പണയാണെന്നോ അവരെ അടിക്കണമെന്നോ ഏത് വിജയവർഗീയ പറഞ്ഞാലും അവനെ അടിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് നിലപാട്. നിങ്ങൾക്ക് അതേപോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ കഴിയൂലേ? അതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. കാന്തപുരത്തിനെ തള്ളി പറയാനുള്ള ആർജവുണ്ടോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഷാക്കിർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഒരു പോയിന്റ് ഞാൻ ചോദിച്ചോട്ടെ. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ കുട്ടികളോടല്ലേ പറഞ്ഞത് കുർബാന നടത്തിയത്? അല്ലെ, ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയും എതിരെ നിങ്ങൾ എന്തിനാ ഇവിടെ കച്ചറുണ്ടാക്കണേ? ഷാക്കിർ കഷ്ടപ്പെട്ട ഒരു BJP നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്, അത് പാളിപ്പോയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അതേപോലെ മുഖ്യമന്ത്രിയുടെ ആ മകള് റിയാസിന് കല്യാണം കഴിച്ചു, അത് വ്യഭിചാരിയാണ്, വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് മതവിധിയല്ലേ? അത് നിങ്ങൾ തള്ളി പറയോ? മുസ്ലിം ലീഗുകാരല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്താ ഈ പറയണത്? പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് ഷക്കീർ തുറന്നു പറയാൻ തയ്യാറുണ്ടോ? കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം അല്ല ഇസ്ലാം. അപ്പൊ ഒക്കെ സക്കീർ പറയണം ഏതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന്. സൗദി അറേബ്യൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ സിറിയൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമാണോ, ബംഗ്ലാദേശ് ഇസ്ലാമാണോ? ഏത് ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എങ്കിൽ അത് പറയണ്ടേ? പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്നു കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസം അത് യഥാർത്ഥ കമ്മ്യൂണിസം അല്ല, ചൈന കമ്മ്യൂണിസം അല്ല, ഹംഗറി അങ്ങനെയല്ല, യുഗോസ്ലേവിയ അങ്ങനെയല്ല. സാറെ നാട്ടുപുറങ്ങളിൽ പറയില്ലേ ഇതൊന്നും യഥാർത്ഥ കള്ളല്ല, ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണം എന്ന് പറയുന്ന പോലെയാണ്. ഇതൊന്നും അല്ല ഇസ്ലാം. ഇസ്ലാം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കിണറ്റിലുള്ളതേ തൊട്ടിയിൽ കിട്ടൂ. ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണോ അതാണ് പൊതുമധ്യത്തിൽ പ്രകടമാകുന്നത്, അതാണ് IS-ലൂടെ പ്രകടമാകുന്നത്, അതാണ് അൽ ഖ്വയ്ദയിലൂടെ പ്രകടമാകുന്നത്, അതാണ് പോപ്പുലർ ഫ്രണ്ടിലൂടെ പ്രകടമാകുന്നത്, അതാണ് ഈ ലോക ആഗോള തലത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളിലൂടെ പ്രകടമാകുന്നത്. മുഴുവൻ ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിന്റെ വ്യത്യസ്ത രൂപങ്ങൾ. അപ്പൊ അതുകൊണ്ട് സക്കീറെ അങ്ങ് എത്ര സമർത്ഥിച്ചാലും എനിക്കിവിടെ അനിൽ നമ്പ്യാരെ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോ കാന്തപുരം ഇസ്ലാമിന്റെ തത്വം പറഞ്ഞു, ഓക്കെ, നമുക്കത് ആരോ പറഞ്ഞ മാതിരി അതിന്റെ അപകടം എന്താണെന്ന് നേരിട്ടറിയാം. പക്ഷെ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകരെവിടെ? എല്ലാരും വിളിച്ചു. സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ പ്രവേശനമില്ല, അവർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് സുന്നി വിഭാഗത്തിന്റെ പ്രമുഖനായ നേതാവ്. ഇന്ത്യയിലെ 90% പേരും സുന്നികളാ, കേരളത്തിലെ 90%, 99% സുന്നികളാ. അതിലൊരു വലിയ വിഭാഗത്തിന്റെ നേതാവാണ് ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ മുസ്ലിയാർ പറയുന്നു സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ പ്രവേശനം പാടില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. അവര് ഇടപഴകി ജീവിക്കാൻ പാടില്ല. എവിടെ ഇവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക നായകര്, എവിടെ സാമൂഹ്യ നേതാക്കന്മാര്? ഇവിടെ CPM-ന്റെ നേതാവ് ഐസക് ഗോവിന്ദനെ നിർത്തും എന്ന് പറഞ്ഞു. ഐസക് എന്താ പറഞ്ഞത്? തോമസ് ഐസക് പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണെന്നാണ്. എത്ര ഉദാരമായ സമീപനം, എത്ര ഉദാരമായ സമീപനമാണ് ഐസക് കൊടുക്കുന്നത് നോക്കൂ. ഐസക് എന്നിട്ട് പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ്. ഇതിനപ്പുറം മതരാഷ്ട്രം എന്താണ്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുശാസിച്ച് ജീവിക്കുന്ന ഒരു നാട്, അതല്ലേ മതരാഷ്ട്രം? ഇതിനപ്പുറത്തേക്ക് എന്ത് മതരാഷ്ട്രം? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ അധികാരത്തിൽ വരിക എന്നുള്ളതും കൂടി ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് എന്താ മതരാഷ്ട്രം? അപ്പോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരടക്കം കോൺഗ്രസ്സുകാർക്ക് പിന്നെ മിണ്ടാട്ടില്ല. അവര് വലിയ പുരോഗമനം പറയും. അവര് ഹിന്ദുക്കളിലെ കാര്യമാണെങ്കിൽ ഇപ്പൊ മനുസ്മൃതിയെ കുറിച്ച് ഒക്കെ എന്താ നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ വായ്ത്താരി അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? എവിടെ പോയി മുകുന്ദൻ? എവിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും എവിടെ ഈ സാംസ്കാരിക നായകര്? ഒരൊറ്റ കുഞ്ഞിനെ കാണില്ല. കാരണം പറഞ്ഞാൽ തലയ്ക്കും ഇത് കഴുത്തുണ്ടാവില്ല എന്ന് ഇവർക്കറിയാം, എഴുതാൻ കഴിവുണ്ടാവില്ല എന്നറിയാം. കാരണം ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. കാരണം ഇവിടെ വഴിയിൽ ചെട്ടിയൊക്കെ എണ്ട പോലെ അല്ലെങ്കിൽ ഓടിക്കേറാവുന്ന ചാഞ്ഞു കിടക്കുന്ന മരം ആണ്. അതുകൊണ്ട് മനുസ്മൃതിയിടയ്ക്ക് ഉദ്ധരിക്കാം, സനാതനധർമ്മമാണ് കുഴപ്പമെന്ന് പറയാം, ഒക്കെ പറയാം, ഒരു കുഴപ്പമില്ല.
പക്ഷേ ഇവിടെ തൊടാൻ ഒരു നേതാക്കന്മാരും വരില്ല. അതാണ് കേരളത്തിന്റെ അന്തരീക്ഷം. അതുകൊണ്ട് സൗദി അറേബ്യയിലെ ഇസ്ലാമിനേക്കാൾ തീവ്രത കൂടിയ തീവ്രമായ യഥാർത്ഥ ഇസ്ലാം കേരളത്തിൽ വളർന്നു വരികയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പൊ സംഘപരിവാറിന്റെ ആളുകൾ എന്തെങ്കിലും പറയുമ്പോ എന്തിനാണ് ഇവർ അതിനകത്ത് ഇടപെടുന്നത്? ഇപ്പൊ പോത്തിറച്ചി തിന്നരുത്, അതല്ലെങ്കിൽ അത് തിന്നുന്ന ആളുകളൊക്കെ നമുക്ക് പോയിട്ട് തല്ലിക്കൊല്ലണം എന്ന് ഒരു ഹിന്ദു ഗ്രൂപ്പ് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്തിനാണ് ഇവർ എതിർക്കുന്നത്? അത് അവരുടെ ആ ഹിന്ദു നേതാവ് ഏതോ ഒരു ഹിന്ദുക്കളോട് പറഞ്ഞ കാര്യമല്ലേ? എന്തിനാണ് ഇവർക്ക് അതിനകത്ത് കുരുപൊട്ടേണ്ട കാര്യം എന്താ ഉള്ളത്? ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി കൊളവാക്കണ്ട. ഞങ്ങൾക്ക് വലുത് മതം തന്നെയാണ്. നിങ്ങൾ മുസ്ലിം ലീഗ് വിട്ടുപോയാൽ ദീനിൽ നിന്നുമാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് പ്രസംഗിച്ചത് ആരാ? മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ? ഇയാൾക്ക് തള്ളി പറയാൻ പറ്റുമോ? ഷാക്കിറിനോടാണ് ചോദ്യം. സ്പീക്കർ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഈ തരം ഇസ്ലാമിൽ ഒളിപ്പിച്ച് ഇവർ കുറെ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഇത്തരം അളിഞ്ഞ കഥകൾ, ഇസ്ലാമിൽ അളിഞ്ഞ കഥകൾ, സ്ത്രീകൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നത്തിന്റെ കാരണം ഇസ്ലാം തന്നെയാണ്. താലിബാൻ ചെയ്യുന്നത് പറഞ്ഞത് തന്നെയല്ലേ ഈ പറയുന്ന AP അബൂബക്കറും പറഞ്ഞത്? അത് തന്നെയല്ലേ ഇവിടെ ചെയ്തു വെച്ചത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു താലിബാൻ താലിബാൻ തീവ്രവാദമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യാം. ഒരു സെക്കൻഡ് ടീച്ചർ, ഒരു സെക്കൻഡ്. ഞാൻ ഇവർക്ക് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഇവിടെ ഷാക്കിർ അടക്കമുള്ള ആളുകൾക്ക് ഞാൻ ഒരു എക്സസൈസ് പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കോളം വരയ്ക്കുക. ഒരു വശത്ത് മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, അപ്പുറത്തെ വശത്ത് താലിബാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ ഞെട്ടും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നായിരിക്കും. ഒരെണ്ണമെങ്കിലും താലിബാൻ ചെയ്തത് മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ കാണിച്ചു തന്നാൽ, നിങ്ങൾക്ക് അതിന് ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നമ്മളൊക്കെ ഓൺ ദ സ്പോട്ട് കലിമ ചൊല്ലുന്നതാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് നബി 6-ാം വയസ്സിൽ കെട്ടി, താലിബാൻ അവിടെ 6-ാം വയസ്സിൽ കെട്ടുന്നു. മുഹമ്മദ് നബി സ്ത്രീകളെ ഈ പുറയ്ക്കുള്ളിലേക്ക് അടച്ചിരുത്തി. താലിബാൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ടു, ജനൽ വരെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ അടച്ചു പൂട്ടുന്ന അവസ്ഥയാണ് കണ്ടത്. താലിബാൻ അവിടെ ഈ പറയുന്ന ഹിജാബിന്റെ നിയമം വെച്ചുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലുന്നു. അവിടെ മുഹമ്മദ് നബി ചെയ്തത് ഇത് തന്നെയാണ്. കയ്യിലിരിക്കുന്ന വടികൊണ്ട് അടിമ സ്ത്രീയുടെ മറ്റേ ഹിജാബ് വലിച്ചടിച്ചിട്ടതുണ്ട്. ഇവിടെ അടിമ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് നടത്താത്തത്. പക്ഷേ അടിമകളെ വെക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കണ്ടു. ഐസിസ് എന്താ ചെയ്തത്? നാദിയ മുറാദിന്റെ കഥ നിങ്ങൾക്ക് അറിയോ? ഷാക്കിറിന് അറിയോ? ഇല്ലെങ്കിൽ ഒന്ന് പോയി പഠിക്കണം, നല്ലതാ. ഇനിയിപ്പോ മദ്രസയിൽ കയറ്റില്ല, എന്നാലും നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. താലിബാൻ ചെയ്തതിൽ, ഈ പറയുന്ന AP ഉസ്താദ് പറയുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ. നമ്മൾ കലിമ ചൊല്ലി നിങ്ങൾ മുന്നിൽ മുട്ടിലഴഞ്ഞു വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജനങ്ങൾ മനസ്സിലാക്കുക, ഈ തരത്തിൽ മുസ്ലിം ലീഗ് എന്നും മറ്റു പല പേരിട്ടിട്ട് ഇവിടെ ഈ ഇസ്ലാമിനെ വെളുപ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഇതുപോലെ ആളെ പറ്റിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഇസ്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഇനി അവസരം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? ദുബായ് ഷെയ്ഖിന്റെ മകള് ഡിവോഴ്സ് ചെയ്ത്, അവരെ കല്യാണം ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന്റെ രീതിയിലാണ് ദുബായ് ഷെയ്ഖിന്റെ മകളെ കല്യാണം. അതൊക്കെ ഇവര് ലൈക്കടിക്കും, ഇവർക്കൊന്നും പറയാനില്ല. കാരണം രാജാവിന്റെ മകളാണ്. നുസ്രത് ജഹാന്റെ തട്ടം വീണ് പോണ ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്ന, ഞാൻ 3 വയസ്സായെന്ന് തൊട്ട് കേൾക്കണ. ഞാൻ അതുകൊണ്ട് തട്ട ഇടാറില്ല. ഒരാളിന് വർഷങ്ങളോളം ഇരുന്ന് പലതും പറഞ്ഞു നോക്കി ഒരു കൂട്ടാൾക്കാര്. ഞാൻ വിചാരിച്ചു ഇനി തീരെ ഇടുന്നില്ല എന്ന് വിചാരിച്ച്. അതാണ് ഇപ്പൊ അതിന്റെ തീരുമാനം. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. എല്ലാരും പർദ്ദ ഊരി എറിയുമ്പോ ഇവിടെ പർദ്ദയിലുള്ള മുഖം മൂടുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവരും. ഇവര് പറയുന്ന ഇസ്ലാം ഏതാണ്? ഇവർക്ക് ആവശ്യമുള്ളപ്പോ സിനിമശാല ഉണ്ടാക്കാം, സിനിമ കാണാം, സിനിമയിൽ അഭിനയിക്കുക. ഇവരാൾക്കാരാണെങ്കിൽ, ആണാണെങ്കിൽ, പെണ്ണിന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ വിരോധം. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ പോകുന്നു. ബൈ.